മക്കളെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വേവ്സിനെ കുറിച്ചുള്ള വേവ്സിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. സോ ഇനി നമ്മൾ പ്രിസം ജൂനിയേഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സൗണ്ടിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. സൗണ്ടിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? സവിശേഷതകൾ. സോ സൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സൗണ്ടിന്റെ ചില സവിശേഷതകൾ നമുക്ക് പറയാം. സോ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ആ പോയിന്റ്സ്. എന്തൊക്കെയാണ്? റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രതിപതനം എന്ന് പറയാൻ പറ്റും. റിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില കണ്ണാടി പോലത്തെ ഒബ്ജക്റ്റുകൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പറയാറുണ്ട്. സോ അതാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയും. പിന്നുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ആവർത്തനം, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്ത് വരിക. സോ മൂന്നാമതാണ് നമ്മൾ എക്കോ. എക്കോ എന്നുള്ള മക്കൾ പലരും കേട്ടിട്ടുണ്ടാവും, പ്രതിധ്വനി എന്ന് പറയും. നമ്മൾ ചില എക്കോ പോയിന്റ്സിൽ പോയിട്ട് നമ്മൾ എക്കോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സോ എക്കോ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ എക്കോ പോലുള്ള ഒന്നാണ് എന്ത്? റിവർബറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുരണനം എന്ന് പറയാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. എന്താണ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രതിപതനം എന്ന് പറയാൻ പറ്റും. സോ എന്താണ് റിഫ്ലക്ഷൻ? മക്കളെ ഇവിടെ എഴുതിയിട്ടുണ്ട്, സൗണ്ട് വേവ് ബൗൺസ് ബാക്ക് വെൻ ഇറ്റ്സ് ഓൺ സർഫസ് ഓർ ഒബ്ജക്റ്റ്. എന്താണ്? സർഫസുകളിലും ഒബ്ജക്റ്റുകളിലും സൗണ്ട് പോയിട്ട് എന്ത് ചെയ്യുക? സൗണ്ട് പോയിട്ട് ഹിറ്റ് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യും? അത് അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യും. എന്താ? ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു വരിക. ശബ്ദം എന്ത് ചെയ്യുക? പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരിക. ഈ ഒരു ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിയിട്ട് തിരിച്ചു വരിക. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? അപ്പോൾ നമുക്ക് ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു സർഫസ് ഉണ്ടെങ്കിൽ, അല്ല ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ്, ഓക്കെ, സ്പീക്കറോ ഹ്യൂമണോ അതുപോലെ എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു കാര്യത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യും? സൗണ്ട് എന്ത് ചെയ്യും? സർഫസിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യും? തട്ടും. അവിടെ നിന്ന് എന്ത് ചെയ്യടാ? ഇത് ബൗൺസ് ബാക്ക് ചെയ്യും, അവിടെ നിന്ന് തട്ടിയിട്ട് തിരിച്ചു വരും. സോ ഈ ഒരു പ്രോസസ് ആണ് എന്ത്? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത്. സോ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. എന്താണ്? സൗണ്ട് ക്യാൻ റിഫ്ലക്ട് സ്മൂത്ത് സർഫസ് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. ഓക്കെ, മിനുസമുള്ള പ്രതലങ്ങളായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക. മിനുസമുള്ള പ്രതലങ്ങളായിരിക്കും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുക. മിനുസല്ലാത്ത പ്രതലങ്ങൾ അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള പരുക്കൻ പ്രതലങ്ങൾ എന്തായിരിക്കും? ഈ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യില്ല? ഇത് പ്രതിപതനം ചെയ്യില്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മക്കള്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് എന്ത്? കർവ്ഡ് സീലിങ്സുകൾ. നമ്മൾ വലിയ ഹാളുകളിലൊക്കെ ചില സമയത്ത് കാണാം കർവ്ഡ് ആയിട്ടുള്ള സീലിംഗുകൾ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സ്മൂത്ത്ലി നമ്മുടെ പറയുന്ന സ്പീക്കർ പറയുന്ന സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്ത് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള. അതുപോലെ എന്താ? സൗണ്ട് ബോർഡുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, റെഡി. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തന പ്രതിപതനം. സോ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യാണ് എന്ത്? ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. റിഫ്ലക്റ്റഡ് സൗണ്ട് വേ, ഓക്കെ, റിഫ്ലക്റ്റഡ് സൗണ്ട് വേ ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. എന്റെ സോഴ്സ് ഇവിടെ ഉണ്ട് എങ്കിൽ ഈ ഒരു സർഫസ് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യാണ്? അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് റൂം, ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു ക്ലോസ്ഡ് റൂമിൽ ഒരു ആള് സോഴ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സൗണ്ട് പോകണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം എന്ന് പറയാം. സോ ഇതിന് ഗ്രേറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റെതസ്കോപ്പിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്റ്റെതസ്കോപ്പ് ആണ് ഇവിടെ കാണിച്ചത്. ഈ സ്റ്റെതസ്കോപ്പിന്റെ ഈ ഒരു ട്യൂബില്ലടാ, ഈ ഒരു ട്യൂബിന്റെ അകത്ത്, സോ ഈ ഒരു ഡയഫ്രത്തിൽ, സ്റ്റെതസ്കോപ്പിന്റെ അറ്റത്തുണ്ടാകുന്ന ഡയഫ്രം, അതായത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ വെക്കുന്ന എന്താ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ എന്ത് ചെയ്യുന്നു? അത് വേവ്സ് ആയിട്ട് കൊണ്ടുപോവുക. ഇതിലൂടെ കൊണ്ടുപോവുക? ഈ ഒരു ട്യൂബ്സിലൂടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടത്തിയിട്ട് ഉള്ളിലൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇയർ പീസിലേക്ക് എത്തിക്കുന്നത്. സോ അതിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് എന്ത് പറയാം? സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി.
സോ ഇനി നമ്മൾ നോക്കുന്നത് എക്കോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കോ എന്ന് നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചില എക്കോ പോയിന്റ്സുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ത്, ഈ എക്കോ എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്ന സൗണ്ട് എന്ത് ചെയ്യും, അങ്ങ് കുറച്ച് ദൂരത്തുള്ള മലമുകളിലോ അങ്ങനെ എവിടെയെങ്കിലും തട്ടിയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ എന്ത് ചെയ്യും, ചെവിയിൽ വരും. സോ ആ ഒരു ഫീലിംഗ്, നമ്മളൊരു എക്കോ, നമ്മൾ സംസാരിച്ച കാര്യം അതേപോലെ നമ്മൾ ശബ്ദത്തിലെ രീതിയിൽ നമ്മുടെ ചെവികളിൽ എത്തുന്നുണ്ട്. ആ ഒരു സവിശേഷത, അതിനാണ് നമ്മൾ എക്കോ എന്ന് പറയാം. കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫിനോമിന നോട്ട് ഹെഡിങ് സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രോം എ സർഫസ് ഓർ ആൻ ഒബ്ജെക്ട് ആഫ്റ്റർ ഹിയറിംഗ് ഒറിജിനൽ സൗണ്ട്. എന്താ പറഞ്ഞേ, ഒന്നുമില്ല, ഈ ഒരു യഥാർത്ഥ ശബ്ദം നമ്മൾ കേൾക്കുന്ന, ആദ്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു ശബ്ദം കേൾക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ശബ്ദം സഞ്ചരിച്ചിട്ട് മറ്റൊരു പ്രതലത്തിൽ പോയി തട്ടും. ഓക്കെ, സോ മറ്റൊരു പ്രതലത്തിൽ പോയി തട്ടുന്ന സമയത്ത് അത് അവിടുന്ന് തിരിച്ചു വരും. ഓക്കെ, അവിടുന്ന് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രതിഫലിച്ചിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. സോ ആ ശബ്ദം വീണ്ടും കേൾക്കുന്ന പ്രതിഭാസമാണ് എന്ത്, പ്രതിധ്വനി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്കോ, അല്ലെങ്കിൽ എന്താ പറയാ, പ്രതിധ്വനി എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മള് ഒരു സംസാരിക്കുന്നു, ഒരു എക്കോ പോയിന്റ് എന്നോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സംസാരം നമ്മൾ സംസാരിക്കുന്നു. ഈ ഒരു സംസാരം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ളവർ ആ ഒരു സംസാരം കേൾക്കുകയും കുറച്ച് സമയത്തിന് ശേഷം, വളരെ ചുരുങ്ങിയ സമയത്തിന് ശേഷം നമ്മൾ സംസാരിച്ചത് മറ്റെവിടെയെങ്കിലും പോയിട്ട് റിഫ്ലക്ട് ചെയ്യാം. സോ ഒരു മൗണ്ടെയിൻ ആണെങ്കിൽ ഒരു മൗണ്ടെയിനിൽ പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ തന്നെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. സോ ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ എന്ത് പറയാ, എക്കോ എന്ന് പറയാം. സോ എക്കോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓക്കെ, അല്ലെങ്കിൽ പ്രതിധ്വനി എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എക്കോനെ ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ പോസിബിലിറ്റി ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ഹിയർ എൻ എക്കോ. ഒരു എക്കോ കേൾക്കാൻ എത്ര ദൂരമാണ്, എത്ര ലോങ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു മൗണ്ടെയിനുള്ള പോയിന്റ്സ്, നമ്മൾ ഒരു എക്കോ പോയിന്റ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റിലും ചില മൗണ്ടെയിൻസോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും. സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ആയാലും മാത്രമേ കേൾക്കാൻ പറ്റും ചോദിക്കുന്നത്. അതിന് മക്കള് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളെ തലച്ചോറിൽ ഒരു സൗണ്ട് പെർസിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൗണ്ട് നിലനിൽക്കാം. ഞാനൊരു കാര്യം സംസാരിച്ചല്ലോ, മറ്റൊരാൾ കാര്യം സംസാരിച്ചു. സോ ആ ഒരു സംസാരിച്ച കാര്യം നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നമ്മൾ കേട്ട് നമ്മളെ തലച്ചോറിൽ എന്ത് ചെയ്യണം, ഒരു 0.1 സെക്കൻഡ് അത് നിലനിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1/10 സെക്കൻഡ് എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്യും, നമ്മുടെ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിലനിൽക്കും. ഓക്കെ, സോ ഈ ഒരു സൗണ്ട് നിലനിൽക്കുന്ന അതേ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്ത് പോയിട്ടുള്ള സൗണ്ട് നമ്മൾ കേൾക്കാം. സോ അതിനാണ് നമ്മൾ എക്കോ എന്ന് പറയാം. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവും ആ ഒരു സമയം. ഓക്കെ, ആ ഒരു സമയത്ത് എത്രത്തോളം ദൂരം ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റും, ആ ലോങ്ങിനെയാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുക, എക്കോന് എടുക്കുന്ന ദൂരം. ഓക്കെ, എക്കോ ഉണ്ടാവാൻ എടുക്കുന്ന ദൂരം എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം, നമ്മൾ സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു സർഫസ് എന്തോ ഉണ്ട്, ആ ഒരു സർഫസിലേക്ക് തട്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സൗണ്ട് തിരിച്ചു വരേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആള് നിൽക്കണമെങ്കിൽ ആ ശബ്ദത്തിൽ അവിടെ തട്ടി ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ദൂരം, അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത് എക്കോ ഉണ്ടാവാൻ നിൽക്കുന്ന ആ ഒരു ദൂരത്തെ കുറിച്ച് പറയുന്നു. സോ ശബ്ദത്തിന്റെ നമുക്കൊരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടൈമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ടൈം. ഇനി നമുക്ക് ശബ്ദത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ശബ്ദത്തിന് ഒരു വേഗതയുണ്ട്. ആ വേഗത മക്കൾ പഠിച്ചു വെക്കുക. എന്താണ്, 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത്. സോ അവിടെ നിന്നിട്ട് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലേ, കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് ആ ഡിസ്റ്റൻസ്, ഞാൻ നോക്കാണ്. എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ നോക്കുന്നു, എനിക്ക് എൻ്റെ വെലോസിറ്റി 350 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ടൈം എന്തായിരുന്നു, 1/10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 1/10 ആണ് എൻ്റെ
ഡിസ്റ്റൻസും ടൈമും. ഇങ്ങനെ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടുത്താൻ പറ്റും. ഓക്കെ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടും 35 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നോക്കുന്നത് ഈ ഒരു ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഈ ഒരു ശബ്ദം ഇവിടെ നിന്ന് ഇവിടേക്ക് സഞ്ചരിക്കണം. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് അതിന് ശേഷം ആ ശബ്ദം തിരിച്ചെന്ത് ചെയ്യണം, ആരുടെ ചെവിയിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ദൂരം ആക്ച്വലി ഇവിടെ നമ്മൾ എടുത്തുള്ള ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ ആളുടെ അടുത്ത് മുതല് ഒരു സർഫസ് അല്ലെങ്കിൽ മൗണ്ടെയിൻ, അങ്ങനെ എന്താവട്ടെ, സർഫസോ മൗണ്ടെയിനോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അവിടെ തട്ടിയിട്ട് തിരിച്ചു വരുന്നതുകൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി എന്ത് എടുക്കുന്നുണ്ട്, ലെങ്ത്തിന്റെ ഡബിൾ എടുക്കുന്നുണ്ട്. ഇല്ലേ, റെഡി അല്ലേ? കാരണം ആ ആളിൽ നിന്ന് മൗണ്ടെയിൻ വരെയും പിന്നെ മൗണ്ടെയിൻ നിന്ന് തിരിച്ച് ആളിലേക്ക് എത്തുന്ന ദൂരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് വേണ്ടത് എന്താണ്, എത്രത്തോളം ദൂരം, എത്രത്തോളം എക്കോ കേൾക്കാൻ എത്രത്തോളം ദൂരം വേണമെന്ന് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ ഒരു ദൂരത്തിന്റെ ഹാഫ് എടുത്താൽ മതി, പകുതി ദൂരം മതി. അതായിരിക്കും നമ്മളെ ഈ ആളും അതുപോലെ തന്നെ മൗണ്ടെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഹാഫ് എന്ന് പറയുന്നത്, 35ന്റെ ഹാഫ് 70.5 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് കൃത്യമായിട്ട് നമ്മൾ തരും. നിങ്ങൾക്ക് നോട്ട് കൃത്യമായിട്ട് തരുന്ന സമയത്ത് നോട്ട് വായിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എല്ലാം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നോട്ടിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴത്തുണ്ടാവും. സോ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് തന്നെ. സോ അവിടെ നിന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഫൈനലായിട്ട് പഠിക്കുന്ന ക്യാരക്ടറാണ് എന്ത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. സോ എക്കോ പോലെ തന്നെ തോന്നും, പക്ഷെ എന്താണ് റിവർബറേഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ചെറിയൊരു വ്യത്യാസമുള്ളൂ. റിവർബറേഷൻ ഈസ് ദ ലിങ്കറിങ് സൗണ്ട്. ഓക്കെ, ലിങ്കറിങ് സൗണ്ട് ആണെന്ന് പറയുന്നത്. അപ്പോൾ എക്കോവും അതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് അവിടെ തന്നെ കിട്ടും. ഈവൻ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഈസ് സീസ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ബൂം ഫേഡ്സ് അവേ ഗ്രാജുവലി. നമ്മൾ നേരത്തെ എക്കോ കേട്ടിരുന്നത് എന്താണ്, നമ്മുടെ സൗണ്ട്, ഒറിജിനൽ സൗണ്ട് എന്ത് ചെയ്തില്ല, ഫെയ്ഡായി പോയിട്ടോ തീർന്നു പോയിട്ടോ നിന്ന് പോയിട്ടോ ഒന്നുമില്ല. പക്ഷെ റിവർബറേഷൻ എന്ന് പറയുന്നത് ഈ സൗണ്ട് എന്ത് ചെയ്യും, ലിങ്കറായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ലിങ്കറായി അതിന്റെ ശബ്ദം കുറഞ്ഞു വരും. വിച്ച് ഈസ് അതിന്റെ നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ ഒറിജിനലായിട്ട് ഒരു സോഴ്സ് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു സോഴ്സ് നമ്മൾ ശബ്ദം കേൾക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശബ്ദം ചിലപ്പോൾ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും. പക്ഷെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശബ്ദം വീണ്ടും വരുന്ന പോലെ തോന്നും. പക്ഷെ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല തീവ്രത. ഓരോ സമയത്തും എന്ത് ചെയ്യും, അതിന്റെ തീവ്രത കുറഞ്ഞു വരും. ഓക്കെ, നമ്മൾ വലിയ ചില മാളുകളിൽ അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവം ഫീൽ ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എക്കോ പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഒറിജിനൽ സൗണ്ട് ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ആ ശബ്ദം ഇങ്ങനെ കേൾക്കും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കുറഞ്ഞിട്ട് കേൾക്കും. അങ്ങനെ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി, കേൾക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. സോ ഈ ഒരു സംഭവമാണ് എന്ത്, റിവർബറേഷൻ. യഥാർത്ഥ ശബ്ദം ഉണ്ടായതിനു ശേഷം ഓക്കെ ആവർത്തിച്ചുള്ള പ്രതിഫലനം മൂലമായി ഉണ്ടാകുന്നതാണ് ഇത്. ക്രമേണ ഇതിന്റെ എന്ത് ശക്തി കുറഞ്ഞിട്ട് ശബ്ദം മുഴക്കമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്താണ് നമ്മൾ അനുരണനം എന്ന് പറയാം. ഓക്കെ, റിവർബറേഷൻ അല്ലെങ്കിൽ അനുരണനം. ഓക്കെ അല്ലേ, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടിയില്ലേ? സോ ഈ ഒരു കാര്യങ്ങൾ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടേഴ്സ്, സൗണ്ടിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവരും നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള നമ്മൾ സൗണ്ടിന്റെ ചില ലിമിറ്റേഷൻസ്, ഹ്യൂമൻസിന്റെ സൗണ്ടും അതുപോലെ സൗണ്ടിന്റെ ചില ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് പഠിക്കുന്നത്. സോ ആ പാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് സൗണ്ടിന്റെ കാര്യങ്ങൾ കറക്റ്റ് പഠിച്ച് ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ട് പോകാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.